ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളി നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ മെയ് 1-ാം തീയതി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുമെന്നൊക്കെയാണ് കൂടുതൽ പ്രേക്ഷകരും സിനിമയുടെ കണ്ടന്റുകൾ കൊണ്ട് പ്രതീക്ഷിച്ചതെങ്കിൽ ആ ലെവൽ അഭിപ്രായങ്ങളല്ലോ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത്. നമ്മുടെ മലയാളത്തിൽ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പിറന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോമഡി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ കണക്കുകൾ ഒപ്പം തന്നെ സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം പ്രീസെയിൽ കളക്ഷനിലെ വമ്പൻ കേരള പ്രീസെയിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 1 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ് കടന്നിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1,07,00,000 രൂപയാണ് സിനിമയുടെ ഇന്നത്തെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ. ഏകദേശം 65,000 ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോഴാണ് ഈ പറഞ്ഞ പ്രീസെയിലേക്ക് സിനിമ ആദ്യ ദിവസം കേരളത്തിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ 1,07,00,000-ൽ 1 കോടി കളക്ഷനും ഇന്നലെ പകൽ സമയം മുതൽ രാത്രി വരെയുള്ള ട്രാക്കിങ്ങിൽ വന്നതാണ് എന്ന് കൂടി പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. നല്ലൊരു ഡിമാൻഡ് ഇന്നലെ സിനിമ നേടിയെടുത്തു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് സിനിമയ്ക്ക് അവസാന മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പന നോക്കുകയാണെങ്കിൽ പോലും 5,000-ലധികം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ സിനിമയുടെ ബഡ്ജറ്റിലേക്ക് വരികയാണെങ്കിൽ നിവിന്റെ സമീപകാലത്തെ ബഡ്ജറ്റ് കൂടിയ സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. 50-60 ദിവസത്തെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് 100-ലധികം ദിവസങ്ങളിലേക്ക് ചിത്രീകരണം നീണ്ടുപോയി എന്ന് സിനിമയുടെ നിർമ്മാതാവ് തന്നെ സമീപകാലത്തെ പ്രൊമോഷൻ വേളയിലും ഇന്റർവ്യൂസിലെല്ലാം തന്നെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയ്ക്ക് 30 കോടിയോളം ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ നിവിന്റെ സമീപകാലത്തെ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് മലയാളി ഫ്രം ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ ആദ്യ വീക്കെൻഡിൽ സിനിമയ്ക്ക് 5 ദിവസങ്ങളാണ് മറ്റ് മലയാളം സിനിമകൾ അപേക്ഷ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ ഏറെ നിർണായകമാണ്. കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കൂടുതൽ മലയാളി ഫ്രം ഇന്ത്യ വാർത്തകൾ കേട്ട്.